മനസ്സ് പലതിന്റെയും പിന്നാലെ പായും. കാരണം നമ്മൾക്ക് അനുഭവങ്ങൾ തരുന്നത് മുഴുവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. കാഴ്ചയുടെ അനുഭവങ്ങൾ തരുന്നത് കണ്ണാണ്, കേൾവിയുടെ അനുഭവങ്ങൾ തരുന്നത് ചെവിയാണ്, ഗന്ധത്തിന്റെ അനുഭവം തരുന്നത് മൂക്കാണ്, രുചിയുടെ അനുഭവം തരുന്നത് നാവാണ്. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങള് ഈ പറഞ്ഞ പോലെ അനുഭവങ്ങളുടെ പുറകെ ഇന്ദ്രിയങ്ങൾ പോകും. ആ ഇന്ദ്രിയങ്ങൾ എങ്ങോട്ട് പോകുന്നു അതിന്റെ പുറകെ നമ്മുടെ മനസ്സും പോകും. ഒരു ചോദ്യം ഇവിടെ മനസ്സ് പോകുമ്പോൾ പല ക്ലാസ്സുകളിലും സജി സാർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, പലരും കേട്ട് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സാക്ഷി മനോഭാവം വേണ്ടത്. അപ്പൊ ഈ സാക്ഷി മനോഭാവം എത്രത്തോളം പ്രായോഗികമാണ് ഇവിടെ? കാരണം ബുദ്ധി വെറുതെ സാക്ഷിയായി നിൽക്കുന്നതാണോ ആഗ്രഹത്തിന്? ഒരിക്കലല്ല. ബുദ്ധി സാക്ഷിയുടെ റോൾ എടുക്കാനേ പാടില്ല. സാക്ഷി എപ്പോഴും ആത്മാവാണ്. ബുദ്ധി ഗൈഡ് ചെയ്യേണ്ട ഒരാളാണ്. ഗൈഡ് ചെയ്യേണ്ട ഒരാൾ സാക്ഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബുദ്ധി മാത്രമാണ് നമ്മളെ ഗൈഡ് ചെയ്യണത്. ഇപ്പോ ഇത് തെറ്റ്, ഇത് ശരിയെന്ന് തീരുമാനിക്കുന്നത് മനസ്സല്ല. മനസ്സിനത് ഇഷ്ടവും ഇഷ്ടക്കേടും മാത്രമേ ഉള്ളൂ. മനസ്സ് പ്രവർത്തിക്കുന്നത് ലൈക്കും ഡിസ്ലൈക്കും വെച്ചിട്ടാണ്. എനിക്ക് ഈ ഭക്ഷണം ഇഷ്ടമാണ്, ആ ഭക്ഷണം ഇഷ്ടമല്ല. ഇതാണ് മനസ്സിന്റെ പരിപാടി. നിന്റെ ശരീരത്തിന് ഇത് ഇഷ്ടമാണ്, നിന്റെ ശരീരത്തിന് ഇത് നല്ലതാണ്, നിന്റെ ശരീരത്തിന് അത് നല്ലതല്ല എന്ന് തീരുമാനിക്കുന്ന ആളാണ് ബുദ്ധി. അപ്പൊ മനസ്സ് പറയും എനിക്ക് ഈ ഭക്ഷണം ഇഷ്ടമല്ല. ബുദ്ധി എന്തെന്ന് പറയും ഇഷ്ടമല്ല, ഓക്കെ, ബട്ട് ഇത് കഴിക്കുന്നതാണ് നിന്റെ ശരീരത്തിന് നന്ദി. അപ്പോ ഒരാള് ഈ ഇഷ്ടത്തെ ഫോളോ ചെയ്യണാണോ നല്ലത്, അതോ തെറ്റ് ശരി, നല്ലത് ചീത്ത അതിനെ ഫോളോ ചെയ്യാനാണോ നല്ലത്? ബുദ്ധിനെ ഫോളോ ചെയ്യണല്ലേ നല്ലത്. അപ്പോൾ ഈ ബുദ്ധിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെയാണ് ഈ പുതിയ ജനറേഷന്റെ പ്രശ്നം വരുന്നത്. ഈ ബുദ്ധി ആണ് ഈ ലഹരി മന്ദിപ്പിച്ചു കളയണത്. മനസ്സിലാവുന്നത്.